പറയുന്നതിന്റെ ഉദ്ദേശം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വിഖ്യാതമായ കാഞ്ഞൂർ സെന്റ് സെബാസ്റ്റ്യൻ തിരുനാളും അതിനെക്കുറിച്ച് മാനവരെ മുഴുവനും അറിയിക്കുന്നതിന്റെ മുഖ്യ പങ്ക് വഹിക്കുന്നവർ നിങ്ങളെല്ലാവരുമാണ്. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വന്നെത്തുന്ന തിരുനാൾ ആഘോഷമായതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കോൺഫറൻസിലൂടെ നിങ്ങളെ അറിയിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമായതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ യോഗം വിളിക്കാൻ ഇടവന്നത്. എല്ലാവർക്കും അറിയാം, ഈ പള്ളി സ്ഥാപിതമായിട്ട് 1025 വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. AD 1001 ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത്. 1025 വർഷം കത്തോലിക്ക സഭയിൽ വലിയൊരു ജൂബിലി ആയിട്ട് മാർപ്പാപ്പ ഈ അടുത്തിടെ ക്രിസ്മസ് ദിനത്തിലാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ആ 1025 വർഷം കാഞ്ഞൂർ പള്ളിയെ സംബന്ധിച്ചിടത്തോളവും അത് വലിയൊരു ജൂബിലിയുടെ അവസരമാണ്. ജൂബിലി വർഷത്തിലെ തിരുനാൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടാടാൻ പോകുന്നത്. കാഞ്ഞൂരിന്റെ തിരുനാൾ ആഘോഷത്തെ കുറിച്ച് നിങ്ങളൊക്കെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ളതും ഇതിനകം തന്നെ പലതുമൊക്കെ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ രേഖപ്പെടുത്തിയിട്ടുള്ളതും പ്രക്ഷേപണം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പുണ്യാളനെ കുറിച്ച് എപ്പോഴും നമ്മൾ വിശേഷാൽ കേൾക്കുന്ന ഒരു പദം വിളികേട്ട പുണ്യവാൻ എന്നാണ്. അതിന്റെ പിന്നിലുള്ള ഐതിഹ്യ അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള സത്യം എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ടിപ്പു സുൽത്താന്റെ കാലത്ത് ടിപ്പു സുൽത്താൻ ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ അമ്പലങ്ങളും ദേവാലയങ്ങളും പള്ളികളും ഒക്കെ നശിപ്പിച്ചിരുന്ന ഒരു കാലത്ത് ടിപ്പുവിന്റെ സൈന്യം വരുന്നുണ്ടെന്ന് കേട്ടപ്പോ ഇവിടെയുള്ള അന്നത്തെ ക്രൈസ്തവരെല്ലാവരും ദേവാലയത്തിൽ ഒരുമിച്ചുകൂടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. പുണ്യാള ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോ ഒരുപാട് പേര് ടിപ്പു സുൽത്താനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്ന പുണ്യാനാണ്, ആക്രമിക്കാതെ പോകണമെന്ന് തന്റെ കീഴിലുള്ളവരൊക്കെ അദ്ദേഹത്തെ ഒന്ന് നിർബന്ധിക്കാൻ തുടങ്ങിയപ്പോ അദ്ദേഹം നേരിട്ട് പറഞ്ഞു, പുണ്യാളിന് അത്ര സിദ്ധിയുള്ള ആളാണെങ്കിൽ എന്നോട് നേരിട്ട് സംസാരിക്കട്ടെ, അപ്പൊ ഞാൻ വേണ്ട പോലെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ജനം മുഴുവനും കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പുണ്യാളിന്റെ രൂപത്തിൽ നിന്ന് തന്നെ വലിയൊരു ശബ്ദം ഉണ്ടായി, എന്നെ ഇവിടെ ഇരുത്താൻ അനുവദിക്കില്ലേ എന്നുള്ളൊരു ചോദ്യം ഇത് മുഴങ്ങിയതായിട്ടാണ് പരമ്പരാഗതമായിട്ട് വിശ്വസിച്ചു പോരുന്നത്. അതിന് പേരിൽ ടിപ്പു സുൽത്താൻ ഈ പള്ളി ആക്രമിക്കാതെ പോയി എന്നും പിന്നീട് ശക്തൻ തമ്പുരാൻ നമ്മുടെ അടുത്ത പ്രദേശത്ത് തന്നെ കോവിലകത്ത് ജനിച്ച് വളർന്ന ശക്തൻ തമ്പുരാൻ ഈ പള്ളിയെ ചെറിയ തോതിൽ ആക്രമിക്കാനായിട്ടുള്ള നീക്കം നടത്തിയപ്പോൾ, അതിന്റെ പടിപ്പുര പൊളിക്കാനായിട്ടുള്ള ശ്രമം നടത്തിയപ്പോൾ അതേ സമയത്ത് തന്നെ അമ്പലത്തിൽ പടിപ്പുര ആന നേരിട്ട് പൊളിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായതായിട്ടും അങ്ങനെ ആ ഉദ്യമത്തിൽ നിന്ന് ശക്തൻ തമ്പുരാൻ മാറുകയും ഇവിടുത്തെ ആളുകളുടെ വിശ്വാസവും ഭക്തിയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു ആന വിളക്ക് ഈ ദേവാലയത്തിന് സമ്മാനമായി നൽകുകയും അതോടൊപ്പം തന്നെ ഈ പള്ളി ഇരിക്കുന്ന പ്രധാന സ്ഥലങ്ങളൊക്കെ കരമൊഴിവാക്കി പള്ളിക്ക് പതിച്ചു തരികയും ചെയ്ത ചരിത്രമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പല രംഗങ്ങളിലും ഈ ദേവാലയം ഒരുപാട് വിശ്വാസികളുടെ, അത് കത്തോലിക്കരുടെ മാത്രമല്ല നാനാജാതി മതസ്ഥരുടെ മനസ്സുകളിൽ ഇടം തേടിയിട്ടുള്ളതും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് പുണ്യാളനോട് പ്രാർത്ഥിച്ച് ആ അനുഗ്രഹങ്ങൾ നേടി തൃപ്തിയടഞ്ഞ് സന്തോഷത്തോടെ സമാധാനത്തോടെ സമാശ്വാസത്തോടെ മടങ്ങിപ്പോകുന്ന കാഴ്ച വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളത് നിത്യേന കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ കാഞ്ഞൂരിന്റെ ഒരു പശ്ചാത്തലം, ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കാനുണ്ട്. മുഴുവൻ കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ സമയമില്ലാത്തത് കൊണ്ടും വിശദീകരിക്കുന്നില്ല. തിരുനാളിന്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. അതിനുവേണ്ട എല്ലാ ഒത്താശകളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഒരുപാട് 50 അംഗ കമ്മിറ്റി ഇതിനു വേണ്ടി പ്രവർത്തന നിരതമാണ്. കൂടുതൽ വോളണ്ടിയേഴ്സും സന്നദ്ധ സേവകരും ഒക്കെ മറ്റു രീതികളിൽ ഇതിനോട് ക്രിയാത്മകമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു മാസം തന്നെ ഈ ഇടവകയിൽ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും വലിയ ആഘോഷങ്ങളും ആവേശകരമായ ക്രിസ്മസ് ഘോഷയാത്രയൊക്കെ നടത്തിയതും നിങ്ങൾ പലരും ഒക്കെ കണ്ടിട്ടുള്ളതും അതുപോലെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതും നിങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുള്ളതുമാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു തുടർച്ചയായിട്ട് ഏറ്റവും വലിയ ആഘോഷമായിട്ട് ഈ ഇടവകയുടെ വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളന്റെ തിരുനാളിന് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയും അതോടൊപ്പം തന്നെ ഈ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ മനോഹരം മുഴുവനും അറിയിക്കുന്നതിൽ നിങ്ങൾ കാണിക്കുന്ന ആ വലിയൊരു ശ്രമത്തെ ഞങ്ങൾ ശ്ലാഘിക്കുകയും നന്ദി പറയുകയും ചെയ്തുകൊണ്ട് തിരുനാളിന്റെ വിശദാംശങ്ങൾ സംസാരിക്കാൻ ഞാൻ ജനറൽ കൺവീനറെ റോബർട്ടിനെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ആദ്യം തന്നെ നിങ്ങളോട് നന്ദി പറയുകയാണ്. എല്ലാ വർഷവും ഈ തിരുനാളിനോടനുബന്ധിച്ച്
ചെയ്യുന്ന ഒരു കാരുണ്യ പ്രവൃത്തി എന്ന പോലെ തന്നെ നിങ്ങൾ ഒരുപാട് പ്രതിഫലം കൂടാതെ തന്നെ ഈ തിരുനാളിന്റെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക്, മറ്റു വിശ്വാസികളിലേക്ക് എത്തിക്കാൻ കാണിക്കുന്ന ആ മനസ്സിനെ ഞാൻ വികാരിച്ചനോടൊപ്പം തന്നെ കമ്മിറ്റി അംഗങ്ങളും പള്ളി ഭാരവാഹികളും നന്ദി അർപ്പിക്കുകയാണ്. നമുക്കറിയാം കാഞ്ഞൂര് പള്ളിയുടെ ചരിത്രം ഏകദേശം വികാരിച്ചൻ പറഞ്ഞു കഴിഞ്ഞു. ഈ നാട്ടില് അല്ലെങ്കിൽ കേരള സഭയില് നമുക്ക് ഇതിനേക്കാൾ വലിയ ആഘോഷങ്ങൾ നടക്കുന്ന പള്ളികളുണ്ടാവും. പക്ഷെ ഇത്രമാത്രം ചരിത്രങ്ങൾ ഉറങ്ങുന്ന ടിപ്പുവിന്റെ പടയം പോലും കാഞ്ഞൂർ പുണ്യാളൻ ഇവിടെ നിന്ന് അകറ്റി ശക്തൻ തമ്പുരാനെ പുണ്യാളന്റെ ശക്തി എന്താണെന്നുള്ള തിരിച്ചറിയിച്ചു കൊടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കാണാതെ പോകുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോകുന്ന ഒരു ചരിത്രം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് പൂരം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ പൂരം വിഭാവനം ചെയ്തത് ശക്തൻ തമ്പുരാനാണ്. ശക്തൻ തമ്പുരാന് ഇവിടുത്തെ ഐതിഹ്യങ്ങൾ നോക്കുമ്പോൾ ശക്തൻ തമ്പുരാന് വെടിക്കെട്ടുകളോ മേളങ്ങളോ ഒന്നും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടാണ് വെടിക്കെട്ട് പരമായിട്ടുള്ള ഒരു ചരിത്രം ശക്തൻ തമ്പുരാന്റെ ഐതിഹ്യത്തിൽ പറയുമ്പോൾ ശക്തൻ തമ്പുരാൻ ഇവിടെ വിശ്രമ ജീവിതത്തിന് വന്നു വിശ്രമിക്കാനായിട്ട് വരുമ്പോൾ, കോവിലത്ത് വിശ്രമിക്കാനായിട്ട് വരുമ്പോൾ തിരുനാൾ സമയത്ത് കഥനം ഒഴുകുകയും അത് അരോചകമായിട്ട് തോന്നിയിട്ട് ആ കഥനങ്ങളൊക്കെ വെള്ളത്തിൽ കൊണ്ടുവന്നിടാൻ, പുഴയിൽ കൊണ്ടുവന്നിടാനായിട്ട് ആജ്ഞാപിക്കുകയും തിരുനാളിന് പ്രദക്ഷിണം ഇറങ്ങിയപ്പോൾ പുഴയിൽ കിടന്ന് ആ കഥനകൾ പൊട്ടി എന്ന് പറഞ്ഞപ്പോൾ തിരുനാൾ കോപിഷ്ഠനായിട്ട് ശക്തൻ തമ്പുരാൻ കോപിഷ്ഠനായിട്ട് വരികയും ഇത് തിരിച്ചറിഞ്ഞ ശക്തൻ തമ്പുരാൻ ആനവൾക്കും തുടലുകൾക്കും കുത്തുകൾക്കും ഒക്കെ കാണിക്കായി കൊടുത്തു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ 17-ാം തീയതി തിരുനാളിന്റെ കൊടിയേറുന്ന ദിവസം ജനുവരി 17-ാം തീയതി കൊടിയേറ്റ് കഴിഞ്ഞിട്ട് അതിമനോഹരമായിട്ട് ശക്തൻ തമ്പുരാൻ കൊടുത്ത ആനവിളക്ക് നമ്മൾ പള്ളി ചുറ്റി എല്ലാവരുടെയും സാന്നിധ്യത്തിൽ തൂക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഓർമ്മ നമുക്കറിയാം. ശക്തൻ തമ്പുരാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി കേരളത്തില് ഒരു ക്രൈസ്തവ ദേവാലയത്തില് ഒരു സമർപ്പണം നടത്തി അല്ലെങ്കിൽ കാണിക്ക വെച്ചത് നമ്മുടെ കാഞ്ഞൂർ പള്ളിയിൽ മാത്രമാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ശക്തൻ തമ്പുരാൻ തൃശ്ശൂർ പൂരം വിഭാവനം ചെയ്തത് എന്നുള്ളൊരു ഐതിഹ്യം കൂടിയുണ്ട്. അത് എത്ര ആൾക്കാർക്ക് അറിയാമെന്നുള്ളത് ഇപ്പൊ നമുക്കറിയില്ല. പക്ഷെ അതിന്റെ പിന്നിലുള്ള ഒരു ശക്തൻ തമ്പുരാന് കിട്ടിയ ഒരു പ്രചോദനം കാഞ്ഞൂർ പുണ്യാളെ കാണിച്ചു കൊടുത്താണ്. അതുപോലെ തന്നെ അറിയാം, നമ്മുടെ ഓരോ ദേവാലയങ്ങളിലും നേർച്ച കാഴ്ചകളായിട്ട് ഒത്തിരി സ്വർണങ്ങൾ കിട്ടുന്നുണ്ട്. പുണ്യാളുടെ കഴുത്തിൽ അണിയിക്കാനായിട്ടും അല്ലെങ്കിൽ ഏത് അമ്പലത്തിലായാലും നേർച്ചയായിട്ട് കാണിക്കാനായിട്ട് കിട്ടാറുണ്ട്. നമ്മുടെ പുണ്യാളുടെ കഴുത്തിലും അല്ലെങ്കിൽ പുണ്യാളിന് ഒത്തിരി സ്വർണ്ണാഭരണങ്ങളൊക്കെ കിട്ടാറുണ്ട് എല്ലാ വർഷവും. പക്ഷെ നമ്മള് പുണ്യാളിന്റെ കഴുത്തില് 19-ാം തീയതി ഒരു മാല മാത്രമാണ്, ഒരു നെക്ലസ് മാത്രമാണ് അണിയിക്കാറുള്ളൂ. അതൊരു മുസ്ലിം സഹോദരൻ കൊടുത്താണ്. അദ്ദേഹത്തിന് ഉദ്ദിഷ്ട കാര്യം സാധിച്ചു കിട്ടിയതിന് അദ്ദേഹം സമർപ്പിച്ച, അപ്പൊ അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിക്കുന്നില്ല, സമർപ്പിച്ച ഒരു നെക്ലസ് മാത്രമാണ് പുണ്യാളിന്റെ കഴുത്തിൽ നമ്മൾ തിരുനാളായിട്ട് അണിയുന്നുള്ളൂ. അത് ഒരു മതസൗഹാർദ്ദത്തിന്റെയും ഒരു സാഹോദര്യത്തിന്റെയും ഒരു നന്മയുടെയും പ്രതീകമായിട്ട് തന്നെയാണ് കാഞ്ഞൂര് ജനങ്ങൾ മൊത്തം കണക്കാക്കുന്നത്. അപ്പൊ ഇത്രയും വലിയ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഉറങ്ങുന്ന ഒരു പള്ളിയുടെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. പുണ്യാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ യുവാവായിരിക്കെ ക്രിസ്തുവിന് വേണ്ടി അതിക്രൂരമായിട്ട് കൊല്ലപ്പെട്ട ഒരു വ്യക്തിയാണ്. അതെല്ലാവർക്കും അറിയാം. അമ്പ് ചെയ്തിട്ടല്ല പുണ്യാളൻ മരിച്ചത്. അമ്പ് ചെയ്തിട്ട് മരിച്ചു എന്നും കരുതി പടയാളികള്, നൈസ്കളെ ചക്രവർത്തിയുടെ പടയാളികള് മരിച്ചു എന്നും കരുതി പോവുകയും ഐറിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആ വഴി കടന്നു വന്ന് പുണ്യാളന് ജീവനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് മുറിവുകളൊക്കെ വെച്ച് കെട്ടി. പിന്നെയും പുണ്യാളന് ശക്തി, ശരീരമൊക്കെ മുറിവുകളൊക്കെ ഉണങ്ങിയിട്ട് പിന്നെയും ക്രിസ്തുവിന് വേണ്ടി ഈ ഡൈക്കളെ ചക്രവർത്തിയുടെ അടുത്ത് സാക്ഷ്യം പറയാൻ പോയപ്പോൾ കോപിഷ്ഠനായ ചക്രവർത്തി പുണ്യാളനെ ഗതക്കടിച്ച് കൊന്ന് കഴുകന്മാർക്ക് എറിഞ്ഞിട്ട് കൊടുക്കാൻ പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ഗതക്കടിച്ച് കൊല്ലുകയും കഴുകന്മാർക്ക് ഭക്ഷിക്കാനായിട്ട് എറിഞ്ഞിട്ട് കൊടുക്കുകയും കഴുകന്മാര് അത് പൂജ്യമായ ഒരു ശരീരമാണെന്ന് തിരിച്ചറിയുകയും കഴുകന്മാരെ തൊടിയിക്കാണ്ട് അല്ലെങ്കിൽ ആകാശത്ത് വട്ടമിട്ട് പറന്ന പരുന്തുകൾ അപ്പോൾ ഉണ്ടായി. ഈ ശരീരത്തെ കാത്തു സൂക്ഷിച്ച് ശരീരത്തിന് ആരും കുത്തി വലിക്കാതെ വട്ടമിട്ട് പറന്നു പരുന്തുകൾ. അതിന്റെ ചരിത്രപരമായിട്ട് സാക്ഷ്യപത്രമാണ് നമ്മുടെ 20-ാം തീയതി മരണപ്പെട്ട ദിവസം, പുണ്യാള മരണപ്പെട്ട ദിവസം ജനുവരി 20-ാം തീയതി 12 മണിക്ക് ഇറങ്ങുന്ന പ്രദർശനം. പുണ്യാളന്റെ ആത്മാവ് ആ പ്രദർശനത്തിന് ആ രൂപത്തിൽ കുടികൊള്ളുന്നുണ്ട് എന്നുള്ളതിന്റെ സാക്ഷ്യപത്രമാണ് ആ സമയത്ത് ആ 3 മണിക്കൂറും
12 മണിക്ക് ഇറങ്ങുന്ന പ്രദക്ഷിണം 3 മണിക്ക് കയറുമ്പോൾ വരെ രൂപത്തിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന പരുന്തുകൾ. ഒരുപക്ഷെ ശാസ്ത്രീയപരമായിട്ട് പലർക്കും അതിനെപ്പറ്റി പല കാര്യങ്ങൾ പറയാനുണ്ടാവായിരിക്കാം. പക്ഷെ കറക്റ്റ് 12 മണിക്ക് തന്നെ രൂപത്തിന്റെ മുകളിലെ പരുന്തുകൾ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ചാനലിലൂടെയൊക്കെ എല്ലാവരും നിങ്ങളൊക്കെ ഭംഗിയായിട്ട് മറ്റുള്ളവരേക്ക് എത്തിക്കുന്നതാണ്. പക്ഷെ അതിന്റെ ചരിത്രം, ഇതുപോലെ നടക്കുന്ന കണ്ണിന് നേർക്കാഴ്ചയുള്ള ഒരു അത്ഭുതങ്ങളൊക്കെ നേരിട്ട് കാണാൻ തിരുനാൾ കമ്മിറ്റി ഈ വലിയ തിരുനാളിലേക്ക് ഏഷ്യയിലേക്ക് വെച്ച ഏറ്റവും വലിയ 3 പ്രദർശനങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ഈ പ്രദർശനവും ഇവിടുത്തെ ഈ പുണ്യാന്റെ ശക്തിയും ഈ പുണ്യാന്റെ അനുഗ്രഹവും പ്രാപിക്കുവാൻ വേണ്ടി തിരുനാൾ കമ്മിറ്റിയും ആഘോഷ കമ്മിറ്റിയും വൈദികരും വികാരിച്ചനുൾപ്പെടെയുള്ള വൈദികരും ട്രസ്റ്റിമാരും സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും ചേർന്ന് നടത്തുന്ന കാഞ്ഞൂരിന്റെ ഈ വലിയ ആഘോഷത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും പങ്ക് നമുക്ക് വലുത് തന്നെയാണ്. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത എല്ലാ സഹായത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. നമ്മള് തിരുനാളിനോടനുബന്ധിച്ചുള്ള കൊടിയേറ്റ് 19-ാം തീയതി ജനുവരി 17-ാം തീയതി രാവിലെ 9 മണിക്കാണ് കൊടിയേറ്റ്. കൊടിയേറ്റിന് ശേഷം ചരിത്രപ്രസിദ്ധമായ ശക്തനമ്പുരാൻ കൊടുത്ത ആനവിളക്ക് പള്ളി ചുറ്റി തൂക്കുന്നു. അതിനുശേഷം വിശുദ്ധ കുർബാനയും നൊവേനയും നടത്തുന്നു. തിരുനാളിനോടനുബന്ധിച്ചുള്ള കപ്പേളയിലെ കച്ചേരിപ്പടിക്കുള്ള കാഞ്ഞൂര് ജംഗ്ഷനിലുള്ള കപ്പേളയിലെ നൊവേന ജനുവരി 10-ാം തീയതി വൈകിട്ട് 6:00 വിശുദ്ധ കുർബാനയോട് കൂടി തുടങ്ങുന്നു. 18-ാം തീയതി കപ്പേളയിലെ നൊവേന സമാപിക്കുന്നു. അന്ന് കാലടി കാഞ്ഞൂര് ശ്രീമൂലകരം ഭാഗത്തുള്ള എല്ലാ വാഹന ഉടമകളും തൊഴിലാളികളുമാണ് അന്ന് വാഹനങ്ങൾ വെഞ്ചിരിക്കുകയും പ്രദക്ഷിണമായിട്ട് 3 മണിക്ക് പ്രദക്ഷിണം പള്ളിയിൽ നിന്ന് ഇറങ്ങി ആ പ്രദക്ഷിണത്തിന് ശേഷം വാഹനങ്ങൾ വെഞ്ചിരിക്കുകയും തുടർന്ന് ദിവ്യബലിയും നൊവേനയും തുടർന്ന് എല്ലാ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി അമ്പ് പള്ളിയിലേക്ക് തിരിച്ചു കയറുകയുമാണ് 18-ാം തീയതിയിലത്തെ നൊവേനയുടെ സമാപനം. പിന്നെ നമ്മുടെ 20-ാം തീയതി രാവിലെ 9:45 തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ശേഷമാണ് ചരിത്ര പ്രസിദ്ധമായ അത്ഭുതങ്ങൾ നേർക്ക് കാണുന്ന നമ്മുടെ തിരുനാൾ പ്രദർശനം ഇറങ്ങുന്നത്. അത് 3 മണിക്കൂറാണ്. 12 മണിക്ക് ഇറങ്ങിയിട്ട് 3 മണിക്ക് തിരിച്ചു കയറുന്നത്. തുടർന്ന് നമ്മൾ വൈകിട്ട് പള്ളി ചുറ്റിയ സമാപന പ്രദർശനം 6:30 1.5 മണിക്കൂർ നീളുന്ന സമാപന പ്രദർശനം. അതോടുകൂടിയാണ് നമ്മുടെ തിരുനാളിന്റെ കർമ്മങ്ങൾ തീരുന്നത്. പിന്നീട് 26-ാം തീയതി പുണ്യാളന്റെ 8-ാമത്തെ ദിവസമാണ്. 26, 27, 26-ാം തീയതി 9:30 വിശുദ്ധ കുർബാന. തുടർന്ന് വൈകിട്ട് 6:30 പള്ളി ചുറ്റി പ്രദർശനം. അതുപോലെ തന്നെ 27-ാം തീയതി 10 മണിക്ക് തിരുനാൾ പാട്ട് കുർബാന. തുടർന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പള്ളി ചുറ്റി പ്രദർശനം. 1 മണിക്കൂർ നീളുന്ന സമാപന പ്രദർശനം. അങ്ങനെയാണ് തിരുനാളിന്റെ കർമ്മങ്ങൾ. ആളുകൾ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എല്ലാ പിന്തുണയും സപ്പോർട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ഉദ്യോഗസ്ഥരുമായിട്ട് MLA-യുടെ അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കളക്ടറുടെയും നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ഞങ്ങൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. അടുത്ത സമ്മേളനം ഉദ്യോഗസ്ഥരുടെ ഒരു അവലോകന യോഗം മിക്കവാറും 14-ാം തീയതി അല്ലെങ്കിൽ 15-ാം തീയതി കണക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് സമയം നിശ്ചയിക്കും. ആ യോഗം നടത്താനിരിക്കുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളുടെയും ഒത്താശയും പൂർണ്ണ പിന്തുണയും നമുക്കുണ്ട്. കാരണം ഒരുപാട് ജനങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ അത് സർക്കാരിന്റെയും കൂടി ഒരു ആകാംക്ഷയാണ്, ആകുലതയാണ്. അത് ഭംഗിയായിട്ട് നടത്തി തീർക്കുക എന്നുള്ളത്. ശബ്ദങ്ങളൊന്നും കേൾപ്പിക്കാതെയും അതുപോലെ ഏറ്റവും സമാധാനപരമായിട്ടും എന്നാൽ വിശ്വാസികൾക്ക് അത് പങ്കെടുക്കുമ്പോൾ ഒരു ആത്മനിർവൃതി ലഭിക്കണം. ദേവാലയത്തിലെത്തുമ്പോൾ ഞങ്ങളോട് പ്രാർത്ഥിച്ച് സംതൃപ്തരായിട്ട് ആത്മസംതൃപ്തിയോടെ മടങ്ങാൻ അവർക്ക് കഴിയണം. അതിനനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിക്കാൻ നമ്മുടെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും പ്രതിജ്ഞാബദ്ധരാണ്. സർക്കാരിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും പിന്തുണയോടെ സഹകരണത്തോടെ നമ്മളതെല്ലാം ഭംഗിയായിട്ട് നടത്തുമെന്നാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണ കാര്യത്തിലുണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നൂറ്റാണ്ടുകളായിട്ടുള്ള തിരുനാളാണ്. ആ തിരുനാളിന് തന്നെ വലിയ തിരുനാളിന്
വയ്ക്കുന്ന രൂപമായിരിക്കില്ല എട്ടാം തിരുനാൾ. ചെറിയ തിരുനാളൊക്കെ കണക്ക് നോക്കുമ്പോൾ ആ തിരുനാളിന് വേറെ രൂപം ചെറിയ രൂപമായിരിക്കും. വലിയ പെരുന്നാളിന് വയ്ക്കുന്ന രൂപം പിന്നീട് ആ വലിയ 19-ാം തീയതി പിന്നീട് ഇറക്കുള്ളൂ. അത് 2 ദിവസം കഴിഞ്ഞ് രൂപം എടുത്തു വെക്കുന്ന പറഞ്ഞ ചടങ്ങില്ല, അത് പറഞ്ഞില്ലായിരുന്നു. അത് പിറ്റേ ദിവസം 21-ാം തീയതി 9 മണിക്ക് ആഘോഷമായിട്ട് തിരിച്ചു രൂപം നമ്മൾ എടുത്തു വെച്ചാൽ പിന്നെ ആ രൂപം അറിഞ്ഞത് അടുത്ത വർഷം ഈ വിശ്വാസികൾക്ക് കാണാൻ വണങ്ങാനായിട്ടുള്ള അവസരം ഉണ്ടാവുള്ളൂ. 8-ാം തിരുനാൾ ചെറിയ തിരുനാളെന്ന് അറിയപ്പെടുന്നാലും വലിയ പെരുന്നാളിനായിട്ട് പോണെങ്കിലും അതിന്റെ പ്രതീകമായിട്ട് നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ളതിനാൽ അതിനെ ഒരു അല്പം കൂടി ചെറിയ രൂപമായിരിക്കും എഴുന്നേൽക്കപ്പെടുക. അത് പലർക്കും അറിയില്ല. അങ്ങനെ ഒരു ഇതുകൂടി ഉണ്ട്. പിന്നെ 10-ാം തീയതി ആരംഭിച്ചാൽ ഫെബ്രുവരി 2-ാം തീയതി അവസാനിക്കുന്ന അന്നാണ് കൊടിയിറക്ക്. ഇവിടെ ഇടവക്കാരുടെ തിരുനാളായിട്ട് അറിയപ്പെടുന്ന എല്ലാ യൂണിറ്റുകളിലേക്കും 40 യൂണിറ്റ് ഉണ്ട്. അതിൽ 40 യൂണിറ്റുകളിലേക്ക് 50 എഴുന്നള്ളിപ്പും അത് ആഘോഷമായിട്ട് തിരിച്ചു വന്നിട്ടാണ് കൊടിയിറക്ക് നടത്തുക. അപ്പോഴാണ് ഔദ്യോഗികമായിട്ട് തിരുനാളിന്റെ സമാപനമായിട്ട് നമ്മൾ കണക്കാക്കുക. അമ്പെഴുന്നള്ളിപ്പാണ്. അമ്പെഴുന്നള്ളിപ്പാണ് നമ്മുടെ സംസ്ഥാന സുന്നയാളുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട അമ്പെഴുന്നള്ളിപ്പാണ്. ഇവിടെ ഒത്തിരി ഭക്തജനങ്ങൾ വരുന്നു. അതിന് നമ്മൾ വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുക. പ്രത്യേകം കൗണ്ടർ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രധാന കൽക്കുരിശ് ചുറ്റിയാണ് അന്നത്തെ തിരുനാൾ ദിവസങ്ങളിൽ അമ്പെഴുന്നള്ളിക്കുക. അപ്പൊ അതിനെല്ലാ ക്രമീകരണങ്ങളും സൗകര്യപ്രദമായ രീതിയിൽ ചെയ്യാനായിട്ട് രാവിലെ 6 മണിക്ക് തുടങ്ങി രാത്രി 11 മണി വരെ ഭക്തജനങ്ങൾക്ക് അമ്പെഴുന്നള്ളിക്കാൻ തിരുനാൾ ദിവസങ്ങളിൽ സൗകര്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ജനുവരി 20-ാം തീയതി പ്രധാന തിരുനാൾ കഴിഞ്ഞാലും ഏത് ദിവസവും വന്ന് ഭക്തജനങ്ങൾക്ക് അമ്പെഴുന്നള്ളിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ നിലവിലെ. പിന്നെ 8 ദിവസങ്ങളിൽ 21-ാം തീയതി മുതൽ 27-ാം തീയതി വരെ 8-ാം ഇടയ്ക്കുള്ള ദിവസങ്ങളിലും രാവിലെയും വൈകിട്ടും വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ട്. വൈകിട്ട് 5 മണിക്കും അതുപോലെ തന്നെ 7 മണിക്കും സൗകര്യമുണ്ട്. അങ്ങനെയുള്ള അതുപോലെ തന്നെ പാർക്കിങ്ങിന് പ്രത്യേകം സെന്റ് സെബാസ്റ്റ്യൻ ഗ്രൗണ്ടാണ് പ്രധാന പാർക്കിംഗ് ഗ്രൗണ്ടായിട്ട് വെച്ചിരിക്കുക. അപ്പോൾ തിരുനാൾ ദിവസങ്ങളിൽ വണ്ടികൾ അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ജനങ്ങൾ ഇറങ്ങി പള്ളിയിലോട്ട് വരിക. അപ്പോൾ അങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും.